എല്ലാവർക്കും നമസ്കാരം. ഓം നമ ശിവായ. നമുക്കറിയാം, നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഈ പുരുഷന്മാരുടേതുപോലുള്ള ആ ഒരു സമഗ്രാധിപത്യം സ്ത്രീകൾക്ക് ഉണ്ടാകാറില്ല. അതിപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിൻ്റെ ഏത് മേഖലയിലാണെങ്കിലും ശരി, പുരുഷന്മാരാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. അതിലൊന്ന് കായിക ശക്തി. ഈ പുരുഷന് സമാനമായ രീതിയിൽ സ്ത്രീകൾക്ക് ശാരീരികമായ ആ കരുത്ത് പ്രകൃതി അനുഗ്രഹിച്ചു നൽകിയിട്ടില്ല. ഇനി രണ്ട്, മനോബലം, അതായത് കോൺഫിഡൻസ് എന്ന് പറയാം. ഇതും ദൈവാനുഗ്രഹമായി കിട്ടുന്നതാണ്. പറയാൻ കാരണം യദുഭാവയതി തതുഭവതി. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം, എന്തിനെ പറ്റിയാണ് ഒരു വ്യക്തി അയാളുടെ മനസ്സുകൊണ്ട് നിരന്തരം ചിന്തിക്കുന്നത്, ആ വ്യക്തി ക്രമേണ അതായിത്തീരുന്നു. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ലോകത്തുള്ള ഒട്ടുമിക്ക എല്ലാ മനഃശാസ്ത്രജ്ഞന്മാരും അംഗീകരിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സ്ത്രീ പുരുഷന്മാരിൽ പുരുഷനാണ് ആധിപത്യം കൂടുതൽ കൊടുത്തിട്ടുള്ളതെങ്കിൽ പോലും ശിവഭക്തരായിട്ടുള്ള സ്ത്രീകളുടെ കാര്യത്തിൽ ഇത് നേരെ തിരിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഇരട്ടച്ചാങ്കുള്ളവരാണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇവർ നിരന്തരം ഭഗവാൻ ശിവനിൽ തന്നെ മനസ്സർപ്പിച്ച് അതിലൂടെ ജീവിതം നയിക്കുന്നവരാണ് എന്നതാണ് ഇതിൻ്റെ ആ ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവരിൽ സംഭവിക്കുന്നത്, നമ്മളിവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ, പുരുഷൻ്റേതുപോലെ അല്ലെങ്കിൽ പുരുഷനേക്കാൾ വിൽ പവറുള്ള ഒരു ഡബിൾ എൻജിൻ എന്ന പോലെ ഇവർ ആയിത്തീരും എന്നുള്ളതാണ് ഇതിലെ ആ ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഈ മുതിർന്ന ആളുകൾ നമ്മളെ ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുള്ളത്, അതായത് പറയാറുള്ളത്, അപമാനിതയായ സ്ത്രീ ചവിട്ടേറ്റ മൂർഖൻ പാമ്പിനെ പോലെയാണെന്ന ആ ഒരു അർത്ഥത്തിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ശിവഭക്തരായിട്ടുള്ള സ്ത്രീകളെ ഒരിക്കലും പിണക്കാൻ പോകരുത്. മറിച്ച് അവരുടെ ഭാഗത്ത് അല്പം തെറ്റുണ്ടെങ്കിൽ പോലും അവരെ ജയിക്കാനായി അനുവദിക്കണമെന്ന ആചാര്യശ്രേഷ്ഠന്മാർ നമ്മളെ ഉപദേശിക്കാൻ കാരണം. ഇനി നമുക്ക് ഭഗവാൻ ശിവൻ്റെ അനുഗ്രഹം ലഭിച്ച സ്ത്രീകളിൽ കാണുന്ന ആ 5 ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ഇതിൽ ഏതെങ്കിലും 2 ലക്ഷണങ്ങളെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. പറയാൻ കാരണം, ബാക്കിയുള്ള ലക്ഷണങ്ങളും നിങ്ങളിൽ തുടർന്നങ്ങോട്ട് താനേ ഉണ്ടായിക്കോളും. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം കൂടി നമുക്ക് ഇതിനോടൊപ്പം ഒന്ന് പറഞ്ഞു പോകാം. അതായത്, ശിവാനുഗ്രഹമുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ബാധിച്ചിരിക്കുന്ന എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അങ്ങനെ ഒരു ലക്ഷണമുണ്ട്. അത് അവർ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളാണ്. പറയാൻ കാരണം, ഇവർ കടും കളറുകളിൽ ഉള്ള വസ്ത്രങ്ങൾ മാത്രമേ തിരഞ്ഞെടുക്കാറുള്ളൂ, അതായത് ഉപയോഗിക്കാറുള്ളൂ. ഉദാഹരണമായി പറഞ്ഞാൽ, മിഡ് നൈറ്റ് ബ്ലാക്ക്, ഡാർക്ക് ബ്ലൂ, ഡാർക്ക് ഗ്രീൻ, അതുപോലെ തന്നെ ഡാർക്ക് റെഡ്, ഈ 4 നിറങ്ങളായിരിക്കും ഇവർ എപ്പോഴും ഇവരുടെ ആ ഒരു ഡ്രസ് കോഡായിട്ട് ഇവർ തിരഞ്ഞെടുക്കാറുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞത് ശിവാനുഗ്രഹമുള്ള സ്ത്രീ പുരുഷന്മാരിൽ ഒരുപോലെ കാണപ്പെടുന്ന ആ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ശരി, നമ്മൾ പറഞ്ഞു നിർത്തിയത് ശിവാനുഗ്രഹമുള്ള സ്ത്രീകളിൽ കാണപ്പെടുന്ന ഒന്നാമത്തെ ലക്ഷണം അവരുടെ ആ ഒരു സ്വസിദ്ധമായിട്ടുള്ള ജ്ഞാനമാണ്. പറയാൻ കാരണം, ഇവരിൽ ഉന്നത വിദ്യാഭ്യാസം ഉള്ളവരുമുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കേവലം പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം ഉള്ളവരുമുണ്ടായിരിക്കാം. എന്നാൽ പോലും ഈ കേവലം പുസ്തകത്താളുകളിൽ നിന്നുള്ള അറിവ് മാത്രമല്ല ഇവർക്കുള്ളത്. ഏത് കാര്യത്തെയും ആഴത്തിൽ വിശകലനം ചെയ്യാനുള്ള ആ ഒരു പ്രത്യേക കഴിവ് ഇവർക്ക് നിശ്ചയമായും ഇവരിലുണ്ടായിരിക്കും. ഇത് പ്രത്യേകിച്ചും ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഇവർ എപ്പോഴും മറ്റുള്ളവരെക്കാൾ ഒരു പടി മുന്നിലായിരിക്കും. ഇത് ഭഗവാൻ ശിവൻ ഇവർക്ക് നൽകുന്ന ആ ഒരു സവിശേഷതയാണ്. അതുപോലെ തന്നെ തൻ്റെ മുന്നിലുള്ള ലോകം മാറുന്നതനുസരിച്ച്, അതായത് ആളുകളുടെ ആ ഒരു ഇൻട്രാക്ഷൻ അനുസരിച്ച് ഈ പുതിയ ആശയങ്ങളെ ഉൾക്കൊള്ളാനും താൻ അഭ്യസിച്ചിട്ടുള്ള അറിവുകളും അനുഭവങ്ങളും വെച്ച് തൻ്റെ തൊഴിൽ മേഖലകളിലോ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളിലോ വരുന്ന ആ ഒരു മാറ്റങ്ങളെ അത് പെട്ടെന്ന് പഠിച്ചെടുക്കുകയും തൻ്റെ നിലനിൽപ്പിന് അനുകൂലമായി പ്രവർത്തിക്കാനും ഇവർക്ക് ഒരു പ്രത്യേക മിടുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, മാറുന്ന ലോകത്തിനൊപ്പം ചുവട് വെച്ചുകൊണ്ട് അതിലെ ആ ഒരു പുതുമകളെ ഭയമില്ലാതെ സ്വീകരിക്കുന്നവരാണ് ഈ ശിവഭക്തരായിട്ടുള്ള സ്ത്രീകളെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും.
ഇനി അടുത്തത് ഇവരുടെ രണ്ടാമത്തെ ലക്ഷണം എന്നത് ഇവരുടെ ഇരട്ടച്ചങ്കാണ്. അതായത് അചഞ്ചലമായ മനോബലവും ആത്മവിശ്വാസവും. ആത്മവിശ്വാസം എന്ന് പറയുമ്പോൾ ഇവരുടെ ആ ഒരു വിൽ പവർ ഇവരെ മറ്റുള്ള സ്ത്രീകളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നു. നമ്മളിവിടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സാധാരണ സ്ത്രീകൾ പലപ്പോഴും ഒട്ടുമിക്ക അവർ നേരിടുന്ന പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ശിവാനുഗ്രഹമുള്ള സ്ത്രീകൾക്ക് ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള ആ ഒരു എക്സ്ട്രാ എനർജി ഭഗവാൻ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ മറ്റുള്ളവർ കൈവിട്ടു, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരു തുണ എനിക്ക് ലഭിക്കില്ല എന്നുള്ള ആ ഒരു ഘട്ടത്തിൽ പോലും ഇവർ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുന്നതായിരിക്കും. ഈ ആത്മവിശ്വാസം വരുന്നത് ഭഗവാനിലുള്ള നിരന്തരമായി ഇവരുടെ അടിയുറച്ച ആ ഒരു വിശ്വാസത്തിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ദുർഘടമായ പ്രതിസന്ധി ഘട്ടങ്ങൾ ഇവർ തരണം ചെയ്യുമ്പോൾ ഇവർ ഒരു സ്ത്രീയാണെന്നുള്ള കാര്യം ഇവർ മറന്നുപോകും. അതുകൊണ്ട് തന്നെ തൻ്റെ കൂടെ എപ്പോഴും ആ കൈലാസനാഥൻ ഉണ്ട് എന്നുള്ള ആ ഒരു ബോധം ഇവരെ ഏതൊരു പുരുഷന്മാരെക്കാളും കരുത്തുള്ളവരാക്കി തീർക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിലായാലും സമൂഹത്തിലായാലും ഇവരുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ഒരു വലിയ ആശ്വാസവും ധൈര്യവുമായിരിക്കും നൽകുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇനി അടുത്തത് ഇവരുടെ മൂന്നാമത്തെ ലക്ഷണം ഈ പ്രതിസന്ധികളെ കാലേ കൂട്ടി അറിഞ്ഞ്, അതായത് വരും വരാഴികളെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കാനുള്ള ആ ഒരു മിടുക്കാണ്. ഇതിന് കാരണം തൻ്റെ ജീവിതം എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല എന്ന് ഇവർക്ക് നിശ്ചയമായും അറിയാം. ഇത് ഇവരെ സംബന്ധിച്ച് സാമ്പത്തികമായ തകർച്ചയോ അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രശ്നങ്ങളോ ഇത് എന്തു തന്നെയാണെങ്കിലും ശരി, ഇവർ അതിൽ തളരാറില്ല. മറിച്ച് എവിടെയാണോ പരാജയപ്പെട്ടത് ആ പരാജയം അത് കാര്യകാരണ സഹിതം പഠിച്ച് അതിൽ നിന്നും പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കുന്നതിൽ ഇവർ ആഗ്രഹീണരായിരിക്കും. അപ്പോൾ ഈ ഒരു നൈസർഗികമായ കഴിവ് ഇവർക്കുള്ളതുകൊണ്ട് തന്നെ ഒരു സങ്കീർണ പ്രശ്നം ഇവരുടെ മുന്നിലെത്തിയാൽ അതിനെ എങ്ങനെ മറികടക്കാമെന്ന് സൂക്ഷ്മമായി ചിന്തിക്കാനുള്ള ആ ഒരു ക്രിയാത്മക ബുദ്ധി ഭഗവാൻ ഇവർക്ക് അനുഗ്രഹമായി നൽകിയിട്ടുണ്ട്. ഇതും ഇവരുടെ തനതായിട്ടുള്ള ആ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഈ പ്രതിസന്ധികളിൽ തളരാതെ അതിനൊരു അവസരമാക്കി മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നായിരിക്കും ഇവരുടെ ഈ പറഞ്ഞ ഈ അവസരങ്ങളിൽ അവരുടെ ഉള്ളിലുള്ള ആ ഒരു ചിന്ത. ഇനി അടുത്തത് ഇത്തരക്കാരുടെ നാലാമത്തെ ലക്ഷണം ഇവരുടെ വാക്ചാതുരിയും സത്യസന്ധതയുമാണ്. അതായത് ഇവർ ഏത് പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളതല്ല, അവർ ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആത്മാർത്ഥതയുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്താൽ ഇവരെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. പറയാൻ കാരണം എതിരാളിയെ ഭസ്മമാക്കിയാലും ഇവരുടെ ആ കോപം തീരില്ല എന്നതാണ് അവരുടെ ആ രീതി. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കാവുന്ന ഒന്നാണ് ഇവരുടെ സംസാരത്തിൽ ആ ഒരു വ്യക്തതയും സത്യസന്ധതയും. അതെന്തുകൊണ്ടെന്നാൽ ഇവർ കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ്. മനസ്സിൽ തോന്നുന്നത് നേരെ ചൊവ്വേ പറയുന്ന ആ ഒരു സ്വഭാവമാണ് ഇവർക്ക് പൊതുവായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അവസരങ്ങളിൽ ഇവർക്ക് ചിലപ്പോൾ കടുപ്പമേറിയ വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരുന്നത് സ്വാഭാവികമാണ്. അങ്ങനെയാണെങ്കിൽ പോലും അതിന് പിന്നിൽ ഇവിടെ നമ്മൾ തൊട്ടു മുൻപ് സൂചിപ്പിച്ചതുപോലെ അവരിലെ ആ ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ അവരിലെ ആ ഒരു ശുദ്ധമായ മനസ്സ് തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ച് ഈ ധർമാധർമ്മങ്ങൾ കേവലം പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നതല്ല, നേരെ മറിച്ച് ഈ ജീവിത മൂല്യങ്ങളിലാണ് അത് അധിഷ്ഠിതമായിരിക്കുന്നതെന്ന് കണ്ടറിഞ്ഞ് ശബ്ദമുയർത്താൻ ഇവർക്ക് യാതൊരു ഭയവും ഉണ്ടാകാറില്ല. അപ്പോൾ ഈ ഒരു കഴിവ് അവർക്ക് ഭഗവാൻ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്രകാരമുള്ള സ്ത്രീകൾക്ക് അവരുടെ വാക്കിന് മറ്റുള്ളവരെ ആകർഷിക്കാൻ പോകുന്ന ആ ഒരു പ്രത്യേകത തീർച്ചയായിട്ടും ഉണ്ടാകും. ഇനി ഇവരുടെ അഞ്ചാമത്തെ പ്രത്യേകത കുടുംബത്തെയും സമൂഹത്തെയും നയിക്കാനുള്ള ആ ഒരു നേതൃത്വ പാഠവും ഇവരുടെ എടുത്തു പറയേണ്ട ഒരു ലക്ഷണമാണ്. അതായത് ഒരു കുടുംബത്തിൻ്റെ നാഥയായി ഇവർ ഇരിക്കുമ്പോൾ ആ വീട് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഭദ്രമായിരിക്കും. ഇത് മക്കളെ വളർത്തുന്നതിലായാലും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലായാലും ശരി, ഇവർക്ക് കൃത്യമായ ഒരു പ്ലാനിംഗ് ഉണ്ടാകും. ഇത് എങ്ങനെ സാധ്യമാകുന്നു എന്ന് ചോദിച്ചാൽ നമ്മളിവിടെ ആദ്യം പറഞ്ഞതുപോലെ വിദ്യാഭ്യാസവും പുത്തൻ ആശയങ്ങളും കൈമുതലായിട്ടുള്ള ഇവരുടെ വീട്ടിലും സമൂഹത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാമർഥ്യമുള്ളവരായിരിക്കും. അതുമാത്രവുമല്ല, തൻ്റെ കൂടെയുള്ളവരെ ചേർത്ത് നിർത്താനും അവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാനും ഇവർക്ക് നിഷ്പ്രയാസം സാധിക്കുമെന്നതാണ് ഇവരുടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. അപ്പോൾ
ഈ പറഞ്ഞ 5 ലക്ഷണങ്ങൾ അഥവാ കഴിവുകൾ ഇത് ദൈവാനുഗ്രഹം മൂലം, അതായത് ശിവഭഗവാന്റെ അനുഗ്രഹം മൂലം ഇവർക്ക് കൈവന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളുള്ള സ്ത്രീകളെ നാം ഒരിക്കലും നിസ്സാരമായി കാണരുത്. അവർക്ക് പിന്നിൽ മഹാദേവൻ്റെ അദൃശ്യമായ ആ ഒരു രക്ഷാകവചമുണ്ട്. അതിനാൽ അവരെ വേദനിപ്പിക്കുന്നത് ഭഗവാനെ തന്നെ വേദനിപ്പിക്കുന്നതിന് തുല്യമായ പ്രവൃത്തിയാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ പറഞ്ഞ 5 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും 2 ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഉറപ്പിക്കാം, അതായത് നിങ്ങൾ ശിവാനുഗ്രഹം സിദ്ധിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ലക്ഷണങ്ങളും പിന്നാലെ ഉണ്ടായിക്കോളും. ഇന്നത്തെ ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അറിവും ആത്മവിശ്വാസവും അതിനോടൊപ്പം പുതിയ ആശയങ്ങളും കൂടി ചേരുമ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീരത്നങ്ങൾ വെറും സ്ത്രീകളല്ല, മറിച്ച് സാക്ഷാൽ ആദിപരാശക്തിയുടെ മറ്റൊരു രൂപമായി ഇവർ മാറിയിട്ടുണ്ടാകും. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ.